വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഊഷ്മളമായ സ്വാഗതം. പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും IVF സ്പെഷ്യലിസ്റ്റും വന്ധ്യതാ ചികിത്സാ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനുമായ ഡോക്ടർ സാംപി എബ്രഹാം വന്ധ്യതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം. ലൈംഗിക പ്രശ്നങ്ങൾ ഇന്ന് ചെറുപ്പക്കാരുടെയിൽ പോലും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതേപ്പറ്റിയുള്ള ധാരാളം സംശയങ്ങളും പ്രേക്ഷകർ ഉന്നയിക്കാറുണ്ട്. പലപ്പോഴും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡോക്ടറെ എനിക്ക് സെക്ഷൽ അഡിക്ഷൻ ഉണ്ടോ? ഞാൻ ഒരു മയക്കുമരുന്നിന് വിധേയമാവുന്നവരെ പോലെ എനിക്കിതിനോടൊരു അമിതമായിട്ടുള്ള താല്പര്യമുണ്ടോ എന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? താങ്കളുടെ ലൈംഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയമപരമായോ ബന്ധത്തിലോ വൈകാരികമായോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് താങ്കൾക്ക് അറിയുകയും ചെയ്യാം. എന്നാലും താങ്കൾക്ക് അതേ രീതി തന്നെ മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ സെക്ഷൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. താങ്കളുടെ കൂടുതൽ സമയം, താങ്കളുടെ ഊർജം, മറ്റെന്തിനേക്കാളും കൂടുതൽ ശ്രദ്ധ ഈ ഒരു രംഗത്ത് താങ്കൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ ഇതിന് അടിമപ്പെട്ടു എന്ന് കരുതാം. ഇങ്ങനെ ഉള്ളവരിൽ അവരുടെ വിശ്വാസങ്ങൾക്കെതിരാണ് അവർ പോകുന്നതെന്നുള്ളൊരു അറിവ് അവരിൽ ഉണ്ടാവും. അങ്ങനെ ഒരു രണ്ടു തരം ജീവിതത്തിനിടയിൽ നിന്ന് പലപ്പോഴും ബുദ്ധിമുട്ടുകയാണ് ഇക്കൂട്ടർ. പലപ്പോഴും അവർ ഓർക്കാറുള്ള ഒരു കാര്യമുണ്ട്, ഇതോടുകൂടി ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിർത്താൻ പോവുകയാണ് എന്നുള്ളൊരു ധാരണ അവർ പറയാറുണ്ട്. എന്നാൽ ഈ ഒരു ആഗ്രഹം അവർക്കുണ്ടെങ്കിലും പിന്നെയും അവർ അതേ സാഹചര്യങ്ങളിലോട്ട് നടന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കാതെ അവർ തന്നെ കുഴയുകയാണ്. അങ്ങനെ അവരുടെ ബന്ധങ്ങളൊക്കെ ഉലയുന്നതായിട്ട് അവർക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിന്ന് മാറ്റം വരുത്തുവാൻ അവർക്ക് കഴിയുന്നില്ല. ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ച് അമിതമായിട്ടുള്ള താല്പര്യമുള്ളവരായിരിക്കും ഇക്കൂട്ടർ. അതേപ്പറ്റി ചിന്തിക്കുക, അതിനുള്ള തയ്യാറെടുപ്പെടുക്കുക, അതൊക്കെ അവരിൽ വലിയ ആവേശം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് അവർ ആഗ്രഹിച്ച തക്ക രീതിയിലുള്ള അനുഭൂതി ലഭിക്കുകയുമില്ല. പ്രത്യേകിച്ച് ഇന്റർനെറ്റ് കാണുക, ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള വെബ്സൈറ്റുകൾ കാണുക. ചിലർക്ക് ഇത് കണ്ട് സ്വയംഭോഗത്തിൽ ഏർപ്പെടാനായിട്ട് ഒരു താല്പര്യമുണ്ടാവും. ചിലർ സ്വയംഭോഗത്തിൽ ഏർപ്പെടുമെന്നില്ല, അവർ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കും. ഇന്റർനെറ്റ് വഴി ഒക്കെ ഉള്ള ചാറ്റിങ്ങിൽ ഇതേപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കുക, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ആളുകളുമായിട്ട് കൂടുതൽ ചങ്ങാത്തം പുലർത്തുക, പ്രോസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക, പലരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, കുടുംബ ബന്ധത്തിൽ നിന്ന് വെളിയിൽ വന്ന് പലരുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടുള്ള ശ്രമം, പലരുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ സ്വയംഭോഗത്തിൽ നിന്ന് വിട്ടുമാറുവാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. വിഷാദത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഹോർമോൺ പ്രവർത്തനത്തിന് തടസ്സപ്പെടുത്തുന്ന ഗുളികകളൊക്കെ ഇതിന് ചികിത്സയ്ക്ക് നൽകാറുണ്ട്. എന്നാൽ ഇവർക്കുണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ ഈ ഗുളികൾക്ക് പലപ്പോഴും സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ മോചിക്കുവാനായിട്ടുള്ള കൗൺസിലിങ്, ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ നിന്ന് വെളിയിൽ വന്ന ആളുകളുമായിട്ടുള്ള കൂട്ടായ്മ, ഇതൊക്കെ ഇവരെ സഹായിക്കാറുണ്ട്. പങ്കാളിയുമായിട്ട് അമിതമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുള്ള താല്പര്യം മാത്രമല്ല ഇത്. ഒരാൾക്ക് അസുഖകരമായിട്ടുള്ള ചിന്തകളോ സാഹചര്യങ്ങളോ വരുമ്പോൾ അതിൽ നിന്ന് കരകയറുവാനായിട്ട് ഇത്തരത്തിലുള്ള ലൈംഗിക പ്രവൃത്തികളെ ഉപയോഗിക്കുകയും ഒരു സെക്ഷൽ അഡിക്ഷൻ്റെ ഭാഗമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തുന്നു.
ഇക്കൂട്ടർക്ക് അവരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് കാണാം, അവരെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന, മാനസികവും ശാരീരികവുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുടുംബാംഗങ്ങളുണ്ട്, പങ്കാളിയുണ്ട്, കൂട്ടുകാരുണ്ട്. ഇങ്ങനെ അവർക്കുള്ള ആ ഒരു ശരിയായിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പിനോടല്ല അവർക്ക് താല്പര്യം. ഈ ലൈംഗികമായിട്ടുള്ള ചിന്തകളും ലൈംഗികമായിട്ടുള്ള ഇടപെടലും നൽകുന്ന അനുഭൂതിയാണ് അവർക്ക് ഈ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിനേക്കാളും കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളത് എന്ന് അവർ കരുതുന്നു. ജനിതകമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടായെന്ന് വരാം. അമിതമായിട്ട് ഉത്കണ്ഠയുള്ളവരിൽ, വിഷാദമുള്ളവരിലൊക്കെ ഇതുപോലുള്ള സെക്സ് അഡിക്ഷൻ കാണാറുണ്ട്. സമൂഹ ബന്ധങ്ങളിൽ നിന്ന് തഴയപ്പെടുക, അല്ലെങ്കിൽ താൻ വളർന്നുന്ന സാഹചര്യത്തിൽ അവന് വേണ്ട ആ ഒരു സ്ഥാനം കുടുംബത്തിൽ ലഭിക്കാതിരിക്കുക, തൻ്റെ സഹോദരനോടോ സഹോദരിയേക്കാളും താൻ മോശമാണെന്നുള്ളൊരു ചിന്ത ഒരാളിൽ ഉണ്ടാവുക, ഇവയൊക്കെ ഇതിന് കാരണങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ താങ്കളൊരു മാനസിക രോഗ വിദഗ്ധനെ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ, വികാരങ്ങളൊക്കെ ഒരു ആരോഗ്യമുള്ളതാക്കി മാറ്റുവാനായിട്ട് അവർക്ക് നമ്മളെ സഹായിക്കുവാൻ കഴിയും. ഓർക്കണം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വൈകാരിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാക്കി മാറ്റുവാനായിട്ട് ഒരു സ്വയം കഴിവ് ഒരാൾക്കുണ്ടാവണം. നമ്മുടെ ഉപബോധ മനസ്സിലുള്ള വികാരങ്ങൾ, ചിന്തകളൊക്കെ നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. സൈക്കോ ഡൈനാമിക് തെറാപ്പി നമ്മുടെ ചെറുപ്പകാലത്തിൽ നമുക്കുണ്ടായിട്ടുള്ള സ്വാധീനങ്ങളെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ബോധമനസ്സിനെ ഉണർത്തുക, എപ്പോഴും ആ ഒരു ഉണർന്ന അവസ്ഥയിലാവുവാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ വരും, അതിനെ അതിജീവിക്കണം എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടാവുക. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാവാനായിട്ടുള്ള ശ്രമം, വൈകാരിക ബന്ധങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവ്, ഇവയൊക്കെ ഈ കൂട്ടർക്ക് ആവശ്യമാണ്. വിഷാദത്തിന് വേണ്ടി കഴിക്കുന്ന ഗുളികകൾ ഒരു പരിധിവരെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കും. നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള ഡോപ്പമിൻ്റെ പ്രവർത്തനത്തെ ഈ സെക്ഷൽ അഡിക്ഷൻ ബാധിക്കും. നമ്മുടെ എതിർലിംഗത്തിൽപ്പെട്ട ഒരാളുമായിട്ടോ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമീൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഉദാഹരണത്തിന്, നമ്മളൊരു അപരിചിതമായിട്ടുള്ള ഒരാളുമായി കണ്ടുമുട്ടുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, ക്രമേണ ആ ബന്ധം വളരുന്നു. മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ്, അങ്ങനെ ആ ബന്ധം വളരുകയാണ്. അപ്പോൾ ഇയാളുടെ ഫോൺ അല്ലെങ്കിൽ ഒരു ചാറ്റിങ് നമ്മൾ പ്രതീക്ഷിച്ച് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ടുള്ള ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഒരു താല്പര്യം അതിര് കടക്കുമ്പോൾ അത് ഒരു അഡിക്ഷനിലേക്ക് നീങ്ങും. വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവർക്കും ഈ അവസ്ഥയുണ്ടാകും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, സെക്ഷുവൽ അഡിക്ഷൻ എന്ന അവസ്ഥയിലോട്ട് നീങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബോധമനസ്സിന്റെ പ്രവർത്തനത്തെ ഉണർത്തുന്നത് വഴി അതിൽ നിന്ന് നമുക്ക് കരകയറുവാൻ സാധിക്കും. നമുക്കറിയാം, ഏതിനോടുള്ള അമിതമായിട്ടുള്ള ആസക്തിയും അപകടകരമാണ്. പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങളിലുള്ള അമിതമായിട്ടുള്ള ആസക്തി. താങ്കൾക്ക് താങ്കളെ തന്നെ നിയന്ത്രിക്കുവാൻ ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് കരകയറുവാൻ ഇക്കാര്യത്തിൽ പ്രത്യേകം പരിശീലനം നേടിയിട്ടുള്ളവരുടെ സഹായം തേടുവാൻ ഒരിക്കലും വൈകിക്കരുത്. അല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ വളരെ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും താങ്കൾക്ക് നഷ്ടം. വന്ധ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരുപാട് കത്തുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നും ചില കത്തുകൾക്ക് ഡോക്ടർ ഇപ്പോൾ മറുപടി നൽകുന്നു. ഡോക്ടർ, ഈ കത്ത് എഴുതിയിട്ടുള്ളത് വൈശാഖ് തിരുവനന്തപുരത്തു നിന്നാണ്. ഡോക്ടർ, ഞാൻ സ്ഥിരമായി സ്വയംഭോഗം ചെയ്യാറുണ്ടായിരുന്നു. സ്ഥിരമായി സ്വയംഭോഗം ചെയ്താൽ ഭാവിയിൽ വന്ധ്യതയും ലൈംഗിക ശേഷിയും കുറയുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? സ്വയംഭോഗം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. വൈശാഖ്, തിരുവനന്തപുരം. ലൈംഗിക വളർച്ച നേടിയവർ ലൈംഗിക അനുഭൂതിക്ക് വേണ്ടി സ്വയംഭോഗത്തിലേക്ക് തിരിയാറുണ്ട്. സംഭവത്തിന് മുമ്പുള്ള ഒരു റിഹേഴ്സലായി നമുക്കിതിനെ കണക്കാക്കാം. ലൈംഗികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഒരു ആത്മവിശ്വാസം, മാനസിക സമ്മർദ്ദങ്ങളുള്ള മോചനം,
ഇതിനുവേണ്ടിയൊക്കെയാണ് ഒരാൾ ഈ ഒരു രീതിയിലേക്ക് ആദ്യം മാറുന്നത്. കൗമാരക്കാരിൽ ഭൂരിപക്ഷം പേരും ചിലപ്പോഴെങ്കിലും മറ്റു ചിലവർ മിക്കപ്പോഴും സ്വയംഭോഗം ചെയ്യുന്നവരാണ്. തുടർച്ചയായിട്ടുള്ള സ്വയംഭോഗം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ, മാനസിക ഊർജത്തെ ഇത് കുറയ്ക്കും. നമ്മുടെ ക്രിയാത്മക ശക്തിയുണ്ട്. ക്രിയാത്മക ശക്തിയെ അത് പ്രതികൂലമായി ബാധിക്കുകയും തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനായിട്ടുള്ള പ്രവണത ഇക്കൂട്ടരിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഉള്ളിലേക്ക് ചുരുങ്ങുവാനും പ്രശ്നം വരുമ്പോൾ സ്വയംഭോഗത്തെ അതിൽ നിന്ന് കരകയറുവാനായിട്ടുള്ളൊരു മാർഗമായി അവലംബിക്കുന്നവരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും താങ്കളുടെ ജീവിതത്തിലുള്ള ഉയർച്ചയെ പ്രതികൂലമായിട്ട് ഈ ഒരു ശീലത്തിന് ബാധിക്കാം എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇനി ടെസ്റ്റ് മണി. ഡോക്ടർ സാം എബ്രഹാമിന്റെ വന്ധ്യത ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളുണ്ടായ ദമ്പതികൾ അവരുടെ അനുഭവം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തയാൾ അമൽനാഥ്, രണ്ടാമത്തത് ശ്രുതിലയ. ഈ 2 കുട്ടികൾ ഉണ്ടായതിലും ഞങ്ങൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ സാം എബ്രഹാത്തോടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തോടുമാണ്. 2006 ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിന് ശേഷം 3 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നപ്പോൾ ഞങ്ങൾ TV-യിൽ ഡോക്ടർ സാമിൻ്റെ ഈ പ്രോഗ്രാം കാണുകയും അതിനുശേഷം നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ പോയി കാണുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ സാം നിർദ്ദേശമനുസരിച്ച് ബീനായ്ക്ക് ചില ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുക്കുകയും അതോടൊപ്പം ലാപ്രോസ്കോപ്പി ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ച്, ആ സമയത്ത് ഞാൻ ലിബിയയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, തിരിച്ച് ലിബിയയിൽ ചെന്ന് 1 വർഷത്തിനുള്ളിൽ കൺസീവ് ആവുകയും 2011 ജനുവരി 24 ഞങ്ങൾക്ക് മൂത്തപുത്രൻ അമൽനാഥ് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു കുഞ്ഞുമായിട്ട് ഞങ്ങൾ സന്തോഷമായി കഴിയുകയാണ്. ഞങ്ങൾക്ക് വീണ്ടും 2ാമത്തെ കുഞ്ഞ് ഈ വർഷം ഉണ്ടായത്. ഇപ്പോൾ 2ാമത്തെ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ മസ്കറ്റിലായിരുന്നു. കുഞ്ഞുണ്ടായ സമയത്ത് ഇങ്ങനെ വിനായ്ക്ക് പല കോംപ്ലിക്കേഷൻസ് ഉള്ള കാരണം ഞങ്ങൾ അവിടുത്തെ ഡോക്ടർമാരെ കണ്ടപ്പോൾ അവർ നാട്ടിലേക്ക് പോകുന്നത് സജസ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2ാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ഡോക്ടർ സാമിൻ്റെ ആശുപത്രി വന്ന് അദ്ദേഹത്തെ കാണുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ശ്രദ്ധയും പരിചരണവും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആരോഗ്യത്തോടെയുള്ള 2 കുഞ്ഞുങ്ങളെ ലഭിച്ചത്. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾ ദൈവകൃപയാൽ ഓർക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ മഹത്തായ സേവനം ഞങ്ങൾ ഏറ്റവും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഡോക്ടർ സാമും അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലെ സഹപ്രവർത്തകരും ആ സ്ഥാപനത്തിലുള്ള എല്ലാ ജീവനക്കാരും അവരുടെ വളരെ ക്ഷമയോടും ശ്രദ്ധയോടുമുള്ള ആ പരിചരണം അത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ അസുലഭ ഭാഗ്യം മറ്റുള്ള ആൾക്കാർക്കും, കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുന്ന ആൾക്കാർക്കും ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഡോക്ടർ സാം അദ്ദേഹം ഒരു ദൈവദൂതനെ പോലെയാണ് അവർക്ക്. അങ്ങനെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്താൽ തീർച്ചയായും ദൈവത്തിന് ഫലം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഡോക്ടർ സാം എബ്രഹാത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും സ്ഥാപനത്തോടുള്ള ഞങ്ങളുടെ അധമ്യമായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 22 വർഷമായി. ഞങ്ങൾ പല ഹോസ്പിറ്റലിലും പോയി പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തു. ഞങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേനും. ഞങ്ങൾ TV പ്രോഗ്രാം കണ്ടു. ഷാം ഡോക്ടറെ അടുത്ത് വന്നു. 1 വർഷക്കാലം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇക്കഴിഞ്ഞ ജൂൺ 11 ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയും ജനിച്ചു. ഞങ്ങൾ ഷാം ഡോക്ടർക്കും ഷാം ഡോക്ടറെ കുടുംബങ്ങൾക്കും അവിടുത്തെ സ്റ്റാഫിനും എന്നും കടപ്പെട്ടവരാണ്. ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുമ്പോഴാണ് TV-യിൽ സാം ഡോക്ടറെ പറ്റി കാണുവാൻ ഇടയായത്. ഞങ്ങളിവിടെ വരികയും ആദ്യ കൺസൾട്ടിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷകൾ തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ചു. അതിൽ നിന്ന് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഈ മാസം 5-ാം തീയതി ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ പിറന്നു. ഒരു മോനും ഒരു മോളും ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ സാം ഡോക്ടറോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഇവിടുത്തെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളോടും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ ദമ്പതികളും ഈ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു. ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തെങ്കിലും ശരിയായില്ല. അങ്ങനെ ചാനലിലൂടെ ഡോക്ടർ സാമിനെ കുറിച്ച് അറിയുകയും ഞങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റിനായി എത്തുകയും ചെയ്തു. അതിനുശേഷം ഏപ്രിൽ 22-ാം തീയതി ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു. ഡോക്ടറോടും കുടുംബത്തോടും ശോഭ സിസ്റ്ററോടും അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും
ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് 14 വർഷമായി. പല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നു. ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെയാണ് TV ചാനലിൽ കൂടി സാം ഡോക്ടറെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി സാം ഡോക്ടറെ വന്ന് കണ്ടു. ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഡോക്ടർ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറയുന്നത് പോലെ ചികിത്സിച്ചു. 1.5 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. അതിന് ഡോക്ടർക്കും ഡോക്ടറുടെ കുടുംബത്തിനും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും പ്രത്യേകിച്ച് ശോഭ സിസ്റ്റർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ എത്രയും വേഗം സാം ഡോക്ടറെ വന്ന് കാണണമെന്ന് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു. വിവാഹം കഴിഞ്ഞ 1 വർഷവും 3 മാസത്തിന് ശേഷം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു. ശാരീരികമായിട്ട് ഒത്തിരി കുറവുകളും പ്രയാസങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഡോക്ടറെ വന്ന് കാണാനും ഡോക്ടറിലൂടെ എല്ലാ ചെക്കപ്പുകളും നടത്താനും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല എന്ന് ഡോക്ടറിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ഡോക്ടറുടെ ചികിത്സയിലൂടെ പ്രത്യേകിച്ച് മരുന്നിലൂടെ ഞങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള സൗഖ്യം ഉണ്ടാവുകയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഒരു മോളെ ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ ചികിത്സയിലൂടെ ലഭിക്കുകയും ചെയ്തു. ഡോക്ടർക്കും ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും നന്ദി പറയുവാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ മോളെ ഏഞ്ചൽ മരിയ, അവൾക്കൊരു വയസ്സ് പ്രായം. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഞങ്ങൾ കേരളത്തിലെ മാക്സിമം എല്ലാ ഹോസ്പിറ്റലിലും പോയിരുന്നു. അത് കഴിഞ്ഞ് ഒരു സുഹൃത്ത് മുഖേനയാണ് ഡോക്ടർ സാം ഡോക്ടറെ കുറിച്ചറിഞ്ഞത്. ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ട് ഡോക്ടർക്ക് കഴിഞ്ഞു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 1 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പോസിറ്റീവായ റിസൾട്ട് കിട്ടി. 2015 ഡിസംബർ 31-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചു. അതിന് സാം ഡോക്ടറോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അവിടുത്തെ മുഴുവൻ സ്റ്റാഫിനോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9.5 വർഷത്തോളമായി. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഒരു 3-4 സെൻറ്ററുകളിൽ പലയിടത്തായിട്ട് ഞങ്ങൾ പോയി വനിതാ ചികിത്സയ്ക്ക് സമീപിച്ചു. അവിടെ ഒന്നും വലിയ സക്സസ് ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പത്രപരസ്യത്തിലൂടെ ഡോക്ടർ സാമിൻ്റെ ആശുപത്രിയെക്കുറിച്ച് അറിയുന്നത്. തുടർന്ന് ഞങ്ങൾ അദ്ദേഹമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ വലിയ പ്രതീക്ഷ തന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് നേരിട്ട് കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കുള്ള അവസ്ഥകൾ എത്തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ളത് അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങളെ അറിയിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം എല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ചികിത്സയ്ക്ക് വിധേയമായി. 36 മാസത്തോളം ഞങ്ങൾ ചികിത്സയ്ക്ക് വിധേയമായി. ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. കഴിഞ്ഞ 8 മാസമായിട്ട് ഈ ആശുപത്രിയിൽ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ട് ഈ ചികിത്സയ്ക്ക് വിധേയമായത്. വളരെ വലിയ സപ്പോർട്ടാണ് സ്റ്റാഫിൻ്റെയും ആശുപത്രിയിലെ മറ്റുള്ളവരിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ വളരെ നന്ദിയുണ്ട്. ഈ വന്ധ്യതാ ചികിത്സയ്ക്ക് വിധേയമാകുന്ന എല്ലാവരും ഡോക്ടർ സാമിൻ്റെ ഈ ആശുപത്രിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തിൽ വിധേയമാവുകയും അവർക്കൊരു നല്ല അനുഭവം ഉണ്ടാകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. 16 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും പോയി ചികിത്സ നടത്തി. അതിൽ കുട്ടികളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കവേ സാം ഡോക്ടർ ഹോസ്പിറ്റലിൽ TV ചാനലിൽ കൂടി കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ വന്നു. 2 വർഷത്തോളം ചികിത്സ ചെയ്തു. അതിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നു. ഡിസംബർ 18-ാം തീയതി ഒരു ആൺകുഞ്ഞ് പിറന്നു. ഡോക്ടർ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ഒരു കുടുംബത്തിലെയാണ് കൂലിപ്പണി ചെയ്താണ് ഞങ്ങൾ ഇത്രയും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഡോക്ടറോട്, ഡോക്ടർക്കും ഡോക്ടർ കുടുംബത്തോടും പിന്നെ അവിടുത്തെ സ്റ്റാഫുകളോടും ശോഭാസിസ്റ്ററോടും ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ദൃശ്യവൽക്കരണത്തിന് വലിയൊരു ശക്തിയുണ്ട്. നമ്മുടെ ചിന്തകളെയും സ്വഭാവ രീതികളെയും അത് ബാധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂർണ്ണമായും ഏകാഗ്രമായും ദൃശ്യവൽക്കരിക്കുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും ചേർന്ന് അവയെ യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമിക്കും. ഒരു ചലച്ചിത്രം കാണുന്നത് പോലെ സാധ്യമായ രീതിയിൽ വ്യക്തമായും വിശദമായും നിങ്ങൾ അതിനെ മനസ്സിൽ കാണണം. ആ ചിത്രം വെളിച്ചമേറിയതും വ്യക്തവും ആയിരിക്കണം. എത്ര സമ്മർദ്ദങ്ങൾക്ക് നടുവിലും ഒരു ശാന്തത
നിങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കണം. ഇത്തരത്തിലുള്ള ദൃശ്യവൽക്കരണത്തോടൊപ്പം മനസ്സിലുള്ള ചിന്തകളെ പ്രചോദിപ്പിക്കുവാൻ അവയെ ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞുറപ്പിക്കുകയും വേണം. വന്ധ്യതാ ചികിത്സ എടുക്കുന്ന താങ്കൾക്ക് ഈ അറിവ് പ്രാധാന്യമുള്ളതാണ്. കുഞ്ഞിൻ്റെ ഒരു രൂപം മനസ്സിൽ ദൃശ്യവൽക്കരിക്കണം. കുഞ്ഞിൻ്റെ നിറം, കുഞ്ഞിൻ്റെ രൂപം, കുഞ്ഞിൻ്റെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇതേപ്പറ്റിയൊക്കെ ഒരു ധാരണ മനസ്സിലുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അത് നേടുവാനായിട്ടുള്ള നിങ്ങളുടെ ശക്തിയെ ത്വരിതപ്പെടുത്തും. വന്ധ്യത എന്നൊരു ശാപമല്ല. വന്ധ്യതയ്ക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സകളുണ്ട്. ഇത്തരത്തിലുള്ള ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരാൾക്ക് ലഭിക്കണം എന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് വന്ധ്യക്കെതിരെ പടപൊരുതാം. നന്ദി, നമസ്കാരം. വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: Abraham's Advanced Infertility and Sexology Center, Adhikar Chambers, near Bishop Palace, Changanasheri. Phone 9744 939925.